കൊടുത്താൽ കിട്ടും എന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചനം വ്യക്തമാക്കും. കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുക. ഒന്നാമത്തേത് സ്നേഹം. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. നമ്മൾ സ്നേഹം കൊടുത്താൽ കിട്ടും എന്നുള്ളത് നാം സ്നേഹം കൊടുക്കാതെ അവരിൽ നിന്നും സ്നേഹം കിട്ടണം, ബഹുമാനം കിട്ടണം, അങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒരുപക്ഷെ അത് കിട്ടിയെന്ന് വരില്ല. രണ്ടാമത്തെ കാര്യമാണ് കരുണ. കൊടുത്താൽ കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 2-ാം അധ്യായം 13-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാരുണ്യം കാണിക്കുന്നവർക്ക് കാരുണ്യം ലഭിക്കും, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. ഇത് തന്നെ നമ്മൾ മറ്റു ചില വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചാൽ, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. പ്രഭാഷകൻ 28 3-ാമത്തെ വചനം, നമ്മൾ കരുണ കാണിക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നും കരുണ ലഭിക്കുക. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവൻ എങ്ങനെ കർത്താവിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാൻ പറ്റും? ആ ഒരു ചോദ്യമാണ് അവിടെ ഉയർന്നു നിൽക്കുക. 3-ാമത്തെ കാര്യമാണ് സമ്പത്ത്. സമ്പത്ത് കൊടുത്താൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് കർത്താവിന്റെ വചനം കൃത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 11, 24, 25 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരാൾ ഉദാരമായിട്ട് നൽകുന്നു, ഉദാരമായിട്ട് അവന്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരാൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതിരിക്കുന്നു, അവന്റെ ദാരിദ്ര്യം ഒരിക്കലും തീരുന്നില്ല. അതുകൊണ്ട് നൽകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്.